എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതേ ഒരു സൂപ്പർ കറി ഞാൻ ദേ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂട്ടി കഴിക്കാം കേട്ടോ. ചെമ്മീനും കടച്ചക്കയും വറുത്തരച്ചതാണേ. അപ്പോൾ എന്തായാലും ദേ ചെമ്മീനാണ് ആദ്യം നമ്മളിതേ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇത്യാദി സാധനങ്ങളൊക്കെ ഇടുക. ഇഞ്ചി, പച്ചമുളക്, വെളുവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് ചെമ്മീൻ ഒരു ഒരു ചെറിയൊരു വെന്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം. വെന്ത് കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു പാതി വേവാകുമ്പോഴേക്കും നമ്മുടെ കടച്ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടച്ചക്കയും ഒരു ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും തക്കാളിയും ഉള്ളിയും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും അതവിടെ നിന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് ഇത്ര സാധനങ്ങൾ നമ്മൾ വറുത്ത് അരച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ വറുക്കാൻ പോവുകയാണ്. വറുക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിക്കാതെ കേട്ടോ വറുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാം എന്നിങ്ങനെ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാം കൂടി ആയിട്ടുണ്ട്. തക്കാളിയും കടച്ചക്കയും ചെമ്മീനും എല്ലാം കൂടി ഒരു പുകമയം ആയിട്ടുണ്ടല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ പൊടികളൊക്കെ ഇടുന്നത്. മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. കുരുമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി ഞാൻ ചെറുത്തിരി ഇട്ടോളൂ കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തു കേട്ടോ. ഉള്ളി, വെളുത്തുള്ളിയും മറ്റേ ജീരകമില്ലേ, വലിയ ജീരകം, മസാല ജീരകം, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാൽ വരും എന്ന് നോക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ കാണിച്ചാൽ വരില്ല, നമ്മൾ അരച്ച് തന്നെ എടുക്കണം. ഇങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഇങ്ങനെ ഒന്ന് മാജിക്ക് കാണിക്കുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ റെഡി ആവുമായിരുന്നെങ്കിൽ. ഇതിൻ്റെ മീതൽ എന്താ കിടക്കുന്നതെന്ന് അറിയാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ച് ഇറക്കുന്നതിന് മുന്നേ ഒരു ഇച്ചിരി ഗരം മസാലയും ചേർത്ത് താളിച്ചെടുത്ത് സൂപ്പർ കറിയായിട്ട് എല്ലാവരും കഴിച്ചോളൂ. ബി വിത്ത്